ബിഗ് ബോസ് മലയാളം സീസൺ 7 ഡേ 2 കാണാക്കാഴ്ചകൾ ഉൾപ്പെടുത്തിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ചുരുക്കിയാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. രാവിലെ മോർണിംഗ് ടാസ്ക് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു. അവിടുത്തെ റൂൾ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ റൂൾ ബുക്കിനകത്ത് വായിക്കാൻ അറിയില്ല എന്നും പറഞ്ഞ ആര്യൻ്റെ ഒരു വിഷയം വരുന്നു. മലയാളം വായിക്കാൻ അറിയാത്തവരെ ബിഗ് ബോസിൽ എടുക്കില്ല എന്നും പറഞ്ഞ് അനീഷ് അവിടെ സംസാരിക്കുകയും അതിനുശേഷം മലയാളം വായിക്കാൻ അറിയണമെന്നും പറഞ്ഞ് തുടർന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അതിനെ തുടർന്നൊരു പ്രശ്നം ഉണ്ടാവുകയും മണിക്കൂറുകളോളം അനീഷ് മിണ്ടാതിരിക്കുകയും ചെയ്തു. പിന്നീട് ശാരിക ഒരു കോൺട്രവേഴ്സിയിൽ അവിടെ ഏർപ്പെട്ടിരുന്നു. ആ സംഭവവുമായി ബന്ധപ്പെട്ട് ശാരികയോട് നമ്മുടെ പുറത്തുള്ള ഇൻ്റർവ്യൂവിനെ കുറിച്ച് അനീഷ് സംസാരിക്കുന്നതിനിടയിൽ ശാരിക പറയുകയുണ്ടായി, പുറത്ത് ഞാൻ ഓരോരുത്തരെയും ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവരോട് ഇന്നത് ചോദിക്കാമോ എന്ന് വ്യക്തമായും അവരുടെ അടുത്ത് അഭിപ്രായം ചോദിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ അവരോട് ഷൗട്ട് ചെയ്യുന്നതാണെങ്കിലും പല കാര്യങ്ങളിലും വെട്ടിത്തുറന്ന് സംസാരിക്കുന്നതെന്നൊക്കെ പറയുന്നു. അപ്പോൾ നിങ്ങൾ ഫേക്കായിട്ട് നിന്നുകൊണ്ടാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നതെന്നുള്ള കാര്യം പറയുകയും അത് വഴക്കിൽ കലാശിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ക്യാപ്റ്റൻ ആവാൻ യോഗ്യതയില്ലാത്ത ആളെ തിരഞ്ഞെടുക്കാൻ പറയുന്നു. എല്ലാവരും കൂടി ചേർന്ന് ഷേവിംഗ് ക്രീം ഏറ്റവും കൂടുതൽ യോഗ്യതയില്ല എന്നും പറഞ്ഞ് തേച്ചത് അനീഷിനെ ആയിരുന്നു. പക്ഷേ എന്നാൽ ബിഗ് ബോസ് 7 പണി കൊടുത്ത് അനീഷിനെ തന്നെ ക്യാപ്റ്റനാക്കുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ തേച്ച മത്സരാർത്ഥി ആരാണോ, തേക്കപ്പെട്ട മത്സരാർത്ഥി ആരാണോ അവർ ക്യാപ്റ്റൻ ആവണമെന്ന് പറയുന്നു. പിന്നീട് രേണുവുമായുള്ള ഒരു പ്രശ്നം ഉണ്ടാവുന്നു. തലവേദനയാണ് രേണു പറഞ്ഞു. എന്നാൽ രേണു തനിക്ക് തലവേദനയില്ല എന്നും അഭിനയം നടിച്ചയാണെന്നും പറഞ്ഞ് രേണുവുമായി ബന്ധപ്പെട്ട് വളരെ വലിയൊരു വിഷയം നടക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം മുറുകയും ചെയ്യുന്നു. അതിനുശേഷം ഇത് നമ്മുടെ അവിടെയുള്ള കണ്ടസ്റ്റൻസിനെ എല്ലാം നോമിനേഷൻ സമയമായി കണ്ടസ്റ്റൻസിനെ എല്ലാം തിരഞ്ഞെടുത്ത് അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് 2 പേരെ നോമിനേറ്റ് ചെയ്യാൻ പറയുന്നു. അങ്ങനെ ശൈത്യയ്ക്ക് 8 വോട്ടും, രജിത്തിന് 5 വോട്ടും, രേണുവിന് 4 വോട്ടും, നെവിന് 4 വോട്ടും, ജിസേലിന് 4 വോട്ടും, ആര്യന് 3 വോട്ടും, ശാരികയ്ക്ക് 2 വോട്ടും, അനുമോൾക്ക് 2 വോട്ടും കിട്ടി. 1 വോട്ട് ആദില നൂറയ്ക്കും മുണിയലിനും അക്ബർ ഖാനും അഭിലാഷിനും ബിന്നിക്കും ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 8 പേർ നോമിനേഷനിൽ വന്നു. നോമിനേഷൻ ഇന്നലെ സ്റ്റാർട്ടായിട്ടുണ്ട്. വോട്ട് ചെയ്യേണ്ട സമയം ഇന്നലെ മുതലേ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞു. ആ ഒരു പാർട്ട് കഴിഞ്ഞതിന് ശേഷം രാത്രിയിലത്തെ പോർഷൻ കാണിക്കുകയായിരുന്നു. ഒരുപാട് ലേറ്റായി. ഒരു 12 മണി എന്തോ ആയതിനു ശേഷം 12 കാലം എന്തോ ആവുന്ന സമയത്ത് അവിടെ വലിയൊരു ഡിസ്കഷൻ വരികയാണ്. നമ്മുടെ പുറത്തേക്ക് പോകുന്ന, അതായത് ലൈവിൽ പോകുന്ന സംഭവങ്ങളെക്കുറിച്ചും ഏത് രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഒരു വമ്പൻ ചർച്ച അവിടെ നടക്കുകയാണ്. മുൻകാല സീസണുകളിൽ ഉണ്ടായിരുന്ന മത്സരാർത്ഥികളെ ഉപമിച്ചുകൊണ്ടാണ് അനീഷിനെ അവിടെ സംസാരിച്ചത്. അപ്പാനി പറയുകയുണ്ടായി, 4 വർഷം മുമ്പത്തെ സാധനമാണ് അനീഷ് എന്ന്, ആ മത്സരാർത്ഥിയുടെ പേര് പറയാൻ ഇവിടെ പറ്റില്ല എന്നും അവരോട് പറയുകയാണ്. ആ രീതിയിലാണ് ഇവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. 4 വർഷത്തെ മുമ്പത്തെ സാധനമാണ് എന്ന് പറഞ്ഞത് ഏത് കണ്ടസ്റ്റന്റിനെയാണ് അപ്പാനി പറഞ്ഞതെന്ന് വ്യക്തമാക്കിയില്ല. പക്ഷേ അത് 4 വർഷത്തിന് മുമ്പ് മത്സരിച്ച ഒരു സാധനമാണെന്നാണ് പറഞ്ഞത്. അത് എന്താണ് ഉദ്ദേശിച്ചതെന്ന് അറിയാൻ വയ്യ. അതിനുശേഷം അപ്പാനി പറയുന്നുണ്ട് അജീഷിനെ പുറത്താക്കണമെന്നും എന്നാൽ മാത്രമേ കളി വേറെ ലെവലിൽ വരുത്തുള്ളൂ, പുറത്താകാൻ വേണ്ടുന്ന പ്ലാൻ ചെയ്ത് കളിക്കണമെന്നും പറഞ്ഞു. അപ്പോൾ ആദില നൂറ പറയുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ പറയുന്നത് പുറത്തേക്ക് പോവില്ലേ, ഇത് ലൈവിൽ ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാവില്ലേ എന്ന്. അന്നേരം പറയുന്നു എല്ലാ കാര്യങ്ങളും ഒന്നും പുറത്തു പോകാൻ സാധ്യതയില്ല എന്ന്. അതോടൊപ്പം തന്നെ അപ്പാനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ഇനി പിന്നെ അങ്കമാലി ഹിറ്റ് ആയതുകൊണ്ട് ഇതിന് മുകളിൽ ഞാൻ എന്തെങ്കിലും സ്കോപ്പ് കൊടുത്താൽ മാത്രമേ എനിക്ക് ഗുണമുണ്ടാവുകയുള്ളൂ എന്ന്. അപ്പം കുറേ ലക്ഷ്യങ്ങൾ വെച്ചാണ് അപ്പാനി വന്നിരിക്കുന്നത് എന്നുള്ളത് അപ്പാനിയുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലായി. അതോടൊപ്പം തന്നെ പറഞ്ഞു, വയൽക്കാട് വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എല്ലാം കണ്ടിട്ട് വരുന്നത് കൊണ്ട് അവരുടെ ഗെയിം പ്ലാനിങ് വേറെ ആയിരിക്കില്ലേ എന്ന്. അപ്പോൾ അക്ബർ ഖാൻ പറയുകയാണ്, ഒരിക്കലും അത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, വയൽക്കാട് വന്ന് എന്ത് ഗെയിം കളിച്ചിരുന്നാലും ഇവിടെ ബ്രില്യൻ്റ് ആയിട്ട് ഗെയിം കളിക്കുന്ന വ്യക്തികൾ ആരാണോ അവരായിരിക്കും ഇവിടെ നിലനിൽക്കുക എന്ന് അക്ബർ ഖാൻ പറയുന്നു. ഒടുവിൽ അവിടെ എല്ലാവരും സംസാരിച്ച് വരുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് അനീഷിനെ എങ്ങനെ എത്രയും വേഗം ഈ ഒരു ഷോയിൽ നിന്നും പുറത്താക്കാം എന്നുള്ള ഒരു പ്ലാനിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കൂടെ നമ്മുടെ ഷാനവാസിൻ്റെ ഒരു ടോക്ക് വരുന്നുണ്ടായിരുന്നു മുൻഷിയുമായിട്ട്. തലവേദന പിന്നെ രേണുവിന് മാത്രമല്ല എനിക്കും തലവേദന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ മൈൻഡ് പോലും ചെയ്തില്ല. അതോടൊപ്പം തന്നെ അനീഷിൻ്റെ ഏറ്റവും കൂടുതൽ കാര്യം പറഞ്ഞത്, വന്നപ്പോൾ മുതൽ പരിചയപ്പെടാൻ ശ്രമിച്ചപ്പോൾ അനീഷ് ആരെയും പരിചയപ്പെടാനോ ഒരു ഹായ് പറയാനോ ഒന്നും ശ്രമിച്ചില്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എല്ലാവരുടെയും ഉള്ളിൽ ഒരു മനസ്സുകൊണ്ട് ഒരു വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലാണ് ചില സമയത്തെ അനീഷിൻ്റെ പെരുമാറ്റമെന്നും ഇപ്പോൾ ക്യാപ്റ്റൻ ആയതിൻ്റെ പേരിൽ മാത്രമാണ് സഹകരണവും എന്നാണ് അവിടെയുള്ള മത്സരാർത്ഥികളെല്ലാം പറഞ്ഞു വരുന്നത്. അങ്ങനെ അനീഷിനെ എങ്ങനെ പുറത്താക്കാമെന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് അവർ നീക്കം ചെയ്യുന്നത്. എല്ലാവരും ഒന്നിച്ച് നിന്ന് പ്ലാൻ ചെയ്ത് പുറത്താക്കണമെന്നുള്ള ഒരു ചർച്ചയാണ് അവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ഇത് പുറത്തേക്ക് പോകുമോ എന്നുള്ള സംശയത്തിലാണ് ആദിലയും നൂറയും. ഇത് നമുക്ക് നെഗറ്റീവ് ആകുമോ എന്നുള്ള ഒരു സംസാരം വരുന്നുണ്ട്. എന്നാൽ അപ്പാനി പറഞ്ഞു കൊടുക്കുന്നു, ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല,
നമ്മൾ എല്ലാവരും കൂടി ഒത്തു നിന്നാൽ ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നടക്കാമെന്ന്. അപ്പോൾ അനീഷിൻ്റെ ഗെയിം കളിക്കുന്നുണ്ട്. കുറച്ച് പേര് ഇപ്പം തന്നെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. എന്തായി തീരുമെന്ന് അറിയത്തില്ല. ഇതിൽ അനീഷ് ഫേക്ക് ആയിട്ടാണോ റിയൽ ആയിട്ടാണോ എന്നൊക്കെ നമുക്ക്